ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നും നമുക്ക് അടിപൊളിയായിട്ടുള്ള പ്രാവുകളും കിളികളും കോഴികളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ടെടുക്കുക. ട്രാൻസ്പോർട്ട് ചെയ്ത് വാങ്ങാനായി സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഇതേപോലുള്ള വീഡിയോ സെയിൽ പോസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ലാൻഡ്സ്കേപ്പിൽ HD ആയിട്ട് അയക്കുക. ലാൻഡ്സ്കേപ്പ് മൊബൈൽ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുക. ഒരുപാട് പേര് അല്ലാതെ പോർട്രേറ്റിൽ അയക്കാറുണ്ട്, എല്ലാം റിജക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ അയക്കുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസോടെ തന്നെ ഇടുകയാണെങ്കിൽ യൂട്യൂബിൽ വരുന്നതായിരിക്കും. ഒരുപാട് പ്രാവുകളുടെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാവിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇതെന്താ ബ്രോ വേറെ ഇല്ലയെന്ന്. അപ്പോൾ നമുക്ക് കൂടുതലും പ്രാവിൻ്റെ എൻക്വയറീസാണ് വരുന്നത്. കാരണം നമ്മുടെ മെയിൻ ചാനലിൽ കൂടുതലും ഏകദേശം ഒരു 15K സബ്സ്ക്രൈബേഴ്സ് വരെ ആയത് നമ്മുടെ പ്രാവിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഇങ്ങ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലിൻ്റെ കാര്യം ഒരുപാട് പേർക്ക് അറിയത്തില്ല, നമ്മുടെ ചാനലിൽ സെയിൽ പോസ്റ്റ് വീഡിയോ ഇടാൻ പറ്റാത്ത കാര്യം. അപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കാണ്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അത് എക്സ്പയർ ആവും. അതിനുശേഷം ഇടാൻ പറ്റുമെന്നും നോക്കണം. എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഒരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോയിലൂടെ ഇടാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോക്ടെയിൽസാണ് വന്നിട്ടുള്ളത്. ഈ കോക്ടെയിലിൻ്റെ റേറ്റ് അവർ ചൂസ് ചെയ്യുന്നത് 2600 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കക്കാടാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 1 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. 2600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാടൻ കോഴിയാണ് കാണാനായിട്ട് പറ്റുന്നത്. ഒരു സിംഗിൾ പീസ് മാത്രമാണ് കൊടുക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് 1200 രൂപയാണ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ്. കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 1200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ഡോഗാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ഡോഗാണ് സെയിലിന് വന്നിട്ടുള്ളത് കേട്ടോ. 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 3 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വേറെ വീഡിയോ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതാത് ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബർപ്പനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് 1000 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. വൈറ്റും ബ്ലാക്കും കൂടെ വന്നിട്ടുള്ള പെയറാണ് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. മലപ്പുറം പൊന്നാനിയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോക്ടെയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 1 വർഷം ഏജ് ആയിട്ടുള്ള കോക്ടെയിലാണ് സെയിലിന് വന്നിട്ടുള്ളത്. 1900 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. മലപ്പുറത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 5 കൊടുത്തേക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. 1900 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ചധികം പ്രാവുകളാണ് വന്നിട്ടുള്ളത്. പെയറിൻ്റെ റേറ്റ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് 300 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 6 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 300 രൂപയാണ് പെയറിൻ്റെ പ്രാവുകളുടെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബംഗാളി ഫിഞ്ചസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 350 രൂപയാണ് ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയാണ്. കോഡ് നമ്പർ 7 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് 350 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ.
അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 11 പീസ് പ്രാവുകളാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. മലപ്പുറത്താണ് ലൊക്കേഷൻ വരുന്നത്. കോട്ട് നമ്പർ 8 ആണ്. ടോട്ടൽ 11 പീസ് 1350 രൂപയ്ക്കാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. എഗ് ചെയ്തിരിക്കുന്ന പെയറൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ടോട്ടൽ 11 പീസ് 1350 രൂപയാണ് റേറ്റ് വരുന്നത്. മലപ്പുറത്താണ് ലൊക്കേഷൻ. കോട്ട് നമ്പർ 8 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. വേറെ വീഡിയോ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതാത് ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോഴികളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 500 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. കോട്ട് നമ്പർ 9 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. 500 രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 400 രൂപ പീസ് റേറ്റിന് വന്നിട്ടുള്ള കോഴികളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 400 രൂപയാണ് പീസ് റേറ്റ്. തിരുവനന്തപുരത്ത് തന്നെയാണ് ഇതിൻ്റെയും ലൊക്കേഷൻ വരുന്നത്. കോട്ട് നമ്പർ 9 തന്നെയാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ചധികം പ്രാവുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത് 300 രൂപയാണ് ഈ പ്രാവുകളുടെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. കോട്ട് നമ്പർ 10 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 300 രൂപയാണ് പീസ് റേറ്റ്. ഒരുപാട് പ്രാവുകളൊക്കെ ഉണ്ട്, നമുക്കത് വരും ക്ലിപ്പിലായിട്ട് കാണാം. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പൗഡറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പെയർ പൗഡറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 5000 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ്. കോട്ടയം ചങ്ങനാശ്ശേരിയാണ്. 11 കോട്ട് നമ്പർ വരുന്നത്. 5000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ട് മാത്രം എടുക്കുക. ട്രാൻസ്പോർട്ട് ചെയ്ത് വാങ്ങാനായി സ്വന്തം ബസ്സിൽ ട്രാൻസ്പോർട്ട് ചെയ്യാം. ഡെയിലി വൈകിട്ട് 7 മണിക്ക് ചാനലിൽ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും തിരക്കായിട്ട് നിൽക്കുമ്പോൾ ആയിരിക്കും വീഡിയോസ് ഇല്ലാവാത്തത്. എന്തായാലും മാക്സിമം ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.